സ്റ്റാർ ഡെൽറ്റ നമ്മുടെ PLCയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോണത്. സ്റ്റാർ ഡെൽറ്റയിലൊരു നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രാം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നല്ലോ ലാബിൽ വേണ്ടി. സെയിം മെത്തേഡ് തന്നെയാണ് PLCയിലും ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റാർട്ട് എന്നോ പുഷ് ബട്ടൺ വയ്ക്കും. പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു സ്റ്റോപ്പ് NC പുഷ് ബട്ടൺ വയ്ക്കും. നേരെ ഒരു മെയിൻ കോണ്ടാക്ടർ ഉണ്ട്. മെയിൻ കോണ്ടാക്ടറിലേക്കാണ് നമ്മൾ നേരെ കൊടുക്കുന്നത്. ഈ മെയിൻ കോണ്ടാക്ടർ ഓൺ ആവുന്ന സമയത്താണ് മെയിൻ കോണ്ടാക്ടർ ഓൺ ആകുമ്പോൾ എന്നോയും ഇത് NC ആവും. അപ്പോൾ നമ്മുടെ ടൈമർ ഓണാവും. ടൈമർ ഓണായി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടൈം കൊടുക്കും. ഇപ്പോൾ 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊടുക്കാമെന്ന് വിചാരിക്കുക. 20 സെക്കൻഡോ 30 സെക്കൻഡോ അത്രയും സമയം കഴിയണ സമയം NC ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. ടൈമറിൻ്റെ NC ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. ആ സമയത്ത് അതായത് 20 സെക്കൻഡ് 30 സെക്കൻഡ് വരെ ടൈമർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമർ റൺ ചെയ്യണ അത്രയും സമയം നിലവിൽ ഡയറക്റ്റായിട്ട് സപ്ലൈനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. NC ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. നോർമലി ക്ലോസ് തന്നെയാണ്. ടൈമർ കൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ടൈമർ ഓൺ ആവണത്. അപ്പോൾ ആ സമയത്താണ് ടൈമറിൻ്റെ NOയിലേക്ക് കണക്ഷൻ വരുള്ളൂ. അത്രയും നേരം NC തന്നെയായിരിക്കും. അപ്പോൾ NC ഓൺ ആവണ അത്രയും സമയം ഇത് സ്റ്റാർ കോണ്ടാക്ടറാണ്. ഈ സ്റ്റാർ കോണ്ടാക്ടർ ഓണായി നിൽക്കും. അതായത് 20-30 സെക്കൻഡ് സ്റ്റാർ കോണ്ടാക്ടർ ഓണായിരിക്കും NC വഴി. ഇൻ്റർലോക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇൻ്റർലോക്കിംഗ് ചെയ്ത് NC ഡെൽറ്റ വെച്ചിട്ട് ഡെൽറ്റ NC വെച്ചിട്ട് ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് 20-30 സെക്കൻഡ് കഴിയുമ്പോൾ ഈ NC ആവും. അതായത് ടൈമർ കണക്ട് ചെയ്യും. ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ സെയിം പ്രോഗ്രാം നമുക്ക് സെൻ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. PLC സോഫ്റ്റ്വെയറാണ് സെൻ. അത് വെച്ച് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ക്രിയേറ്റ് ന്യൂ പ്രോഗ്രാം എന്ന് കാണിക്കും. ഓക്കെ അടിക്കുക. നമ്മുടെ PLC സെലക്ട് ചെയ്യുക. നമ്മുടെ PLC ഇപ്പോൾ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യാണ്. ഒരു പ്രോജക്റ്റ് നെയിം വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റാർ ഡെൽറ്റ എന്ന് കൊടുക്കാം. മാക്സിമൈസ് ചെയ്യുക. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഫസ്റ്റ് തന്നെ വരാം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സ്വിച്ച് കണക്ഷൻസ്, അതായത് NC അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടല്ലോ, അതാദ്യം കണക്ട് ചെയ്യാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. പുഷ് ബട്ടൺസ്, അതായത് ഈ സിമ്പിളാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അതിൽ എടുക്കുക. ഉണ്ടോ? അപ്പോൾ ആണ് വന്നെടുക്കുന്നത്. എടുക്കുക. അതിൽ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റും ഉണ്ട്, നോർമലി ക്ലോസറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ബട്ടണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേ നമ്പർ കൊടുക്കുക. റിലേ നമ്പർ 0 I0 എന്ന് വരും. ഇവിടെ 0 ഉണ്ടോ? ഇത് I0 എന്ന് വരും കേട്ടോ. അങ്ങനെ 5 വരെയാണ് മാക്സിമം അതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ? 5. അപ്പോൾ അതിൽ നമ്മൾ കമൻറ്റ് കൊടുക്കുക അത് എന്ത് ബട്ടനാണ്. അപ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് ബട്ടൺ എന്ന് കൊടുക്കുക. ഓക്കെ അടിക്കുക. സ്റ്റാർട്ട് ബട്ടൺ വന്നു. പിന്നെ നമ്മളത് സ്റ്റോപ്പ് ബട്ടണായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്തുണ്ടെന്ന് എന്നിട്ട് IN എടുക്കുക. ഇത് I0 ഫസ്റ്റ് പിന്നാണിത്, റിലേ ആണ്. ഈ സെക്കൻഡ്. അപ്പോൾ I1 ഇവിടെ എപ്പോഴും I1 എന്ന് കൊടുക്കുക. മാറി കൊടുക്കണം. സെയിം കൊടുക്കരുത്. സെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരേ റിലേറ്റ് തന്നെയാണ് കണക്ക് കൂട്ടുക. അപ്പോൾ I1 ആക്കുക. എന്നിട്ട് സ്റ്റോപ്പ് കൊടുക്കുക. സ്റ്റോപ്പ് നോർമലി ക്ലോസറാണ്. ഇപ്പോൾ നോർമലി ക്ലോസർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിക്കുക. പിന്നെ മെയിൻ കോണ്ടാക്ടർ ഇവിടെ വരണം. മെയിൻ കോണ്ടാക്ടർ കൊടുക്കുക. അത് Q ആണ് വരുന്നത്. അപ്പോൾ അതിന് Q0 ഉണ്ട്. 0 വന്നു. അപ്പോൾ Q0 എന്ന് വരും. മെയിൻ കോണ്ടാക്ടർ അടിച്ച് ടൈപ്പ് ചെയ്യുക. ഓക്കെ അടിക്കുക. അത് വന്നു. ഇനി ഇത് കണക്ട് ചെയ്യുക. വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ലൈൻ കണക്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് ഇത് ലോക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് ലോക്കായി നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു മെയിൻ കോണ്ടാക്ടറിൻ്റെ NO വെച്ചിട്ട് ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ IN എടുക്കുക. മെയിൻ കോണ്ടാക്ടർ എന്ന് പറഞ്ഞാൽ Q0 ആണ്. അപ്പോൾ Q എടുക്കുക. Q0 മെയിൻ കോണ്ടാക്ടർ. അതിൻ്റെ നോർമലി ഓപ്പണാക്കി എടുക്കുന്നത്. ഓക്കെ അടിക്കുക. എന്താ മെയിൻ കോണ്ടാക്ടർ. ഈ മെയിൻ കോണ്ടാക്ടറിൻ്റെ Q0 അതിൻ്റെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണായി നിൽക്കും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് നമുക്കടുത്തത് ഈ മെയിൻ കോണ്ടാക്ടർ വഴി തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ടൈമർ ഓൺ ചെയ്യേണ്ടത്. ഒന്നുകിൽ ഡയറക്റ്റ് ഇവിടുന്ന് ടൈമർ ഇവിടെ കൊടുക്കാം. നേരെ ലൈൻ കണക്ഷൻ കൊടുത്തിട്ട് ടൈമർ കൊടുക്കാം.
അല്ലെങ്കിൽ നമുക്ക് മെയിൻ കോൺടാക്ടർ ഒന്നുകൂടി എടുക്കാം ഇടയ്ക്ക്. Q0 മെയിൻ കോൺടാക്ടർ വന്നു, 0 ഉള്ളതുകൊണ്ട് മെയിൻ കോൺടാക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇത് 1 കൊടുത്താൽ വേറെ ഒന്നും വരില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മെയിൻ കോൺടാക്ടർ ഓൾറെഡി കൊടുത്ത തന്നെയാണ് മെയിൻ കോൺടാക്ടർ 0 വന്നത്. അത് കൊടുത്തു. ഇവിടെ ടൈമർ കൊടുക്കണം. ടൈമർ ടി ഉണ്ടോ, ടി പ്രസ് ചെയ്യുക. അതിനകത്ത് വേറെ ഒന്നും കൊടുക്കേണ്ട. ടൈമർ വേണമെങ്കിൽ സ്റ്റാർ ഡെൽറ്റ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റാർ ഡെൽറ്റ ടൈമറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അടിക്കുക. സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ കൊടുക്കുക. ഇത് പ്രസ് ചെയ്തിട്ട് തന്നെ വലിച്ചാൽ മതി, കൊടുത്തു ചെല്ലും. ഇനി വേണ്ടത് ഈ മെയിൻ കോൺടാക്ടറിൽ നിന്നാണ് ബാക്കിയെല്ലാം. ഇനിയിപ്പോൾ ടൈമർ നേരത്തെ ഫിയറിലുണ്ടോണം. ഇനി ടൈമറിൻ്റെ ടൈമർ NC കണക്ഷൻ കൊടുക്കണം. ടൈമർ എടുക്കുക. അപ്പോൾ ഇതിനകത്താണ് എല്ലാ ഡീറ്റെയിൽസ് വരും. ടൈമറിൽ വരും. ടൈമറിൻ്റെ NC ഉണ്ട്. നോർമലി ക്ലോസ് എടുക്കുക. ഏത് റിലേ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ T0 തന്നെയാണ് ടൈമർ, 0th. അപ്പോൾ 0 പിന്നെ സ്റ്റാർ ഡെൽറ്റ അത് തന്നെയാണ് നമ്മൾ കൊടുത്തത്. ഇനി വേണ്ടത് എത്ര സെക്കൻഡാണ് ഈ NC ആയിട്ടിരിക്കേണ്ടതെന്ന്, അതായത് ടൈമർ എത്ര സെക്കൻഡ് റൺ ചെയ്യണമെന്ന്. അപ്പോൾ അതിൽ സെക്കൻഡ് എഴുതിയിട്ടുണ്ട്. ഇത് സെക്കൻഡാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 30 അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊടുക്കുക. ഇത് മില്ലി സെക്കൻഡ് 0 കൊടുക്കുക. ഓക്കെ അടിക്കുക. വേറെ ഒന്നും ഇതിൽ കൊടുക്കാനില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ അടിക്കുക. ഇനി ഇതോടേക്ക് മുകളിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് വലിക്കുക, ഡ്രാഗ് ചെയ്യുക. ഇനി ഇവിടെ ഒരു നമ്മൾ ഡെൽറ്റയുടെ ഒരു ഇൻ്റർലോക്കിങ് കൊടുക്കണം. അപ്പോൾ I എടുക്കുക. Q0 ഇവിടെ Q1 വരും. അതായത് സ്റ്റാറിൻ്റെ മെയിൻ കോൺടാക്ടർ, സ്റ്റാർ കോൺടാക്ടർ ഇവിടെ വരും. താഴെയായിട്ട് ഡെൽറ്റ കോൺടാക്ടർ വരും. അങ്ങനെ 3 കോൺടാക്ടറാണ്. മെയിൻ കോൺടാക്ടർ ഉണ്ടാവും, സ്റ്റാർ കോൺടാക്ടർ, ഡെൽറ്റ കോൺടാക്ടർ. ഇവിടെ വരാൻ പോകുന്ന ഡെൽറ്റ കോൺടാക്ടർ എന്ന് പറഞ്ഞാൽ Q2 ആയിരിക്കും. Q2 ഇവിടെ നമ്മൾ Q1 സ്റ്റാർ കോൺടാക്ടർ വയ്ക്കും. അപ്പോൾ നമ്മൾ Q2 എടുക്കുക. എന്നിട്ട് ഡെൽറ്റ എന്ന് കൊടുക്കുക. നോർമലി ക്ലോസറാണ്, അതുകൊണ്ട് ഓക്കെ. ഇനി ഇവിടെ സ്റ്റാർ കോൺടാക്ടർ, സ്റ്റാർ കോൺടാക്ടർ. ഇത് ഇൻ്റർലോക്കിംഗ് ആണ് കേട്ടോ. ഈ സംഭവം ഇൻ്റർലോക്കിങ്ങാണ്. ഇനി അടുത്തത് നമ്മൾ ടൈമറിൻ്റെ NC കൊടുക്കും. ടൈമറിൻ്റെ എണ്ണോ അതിൽ വേറെ ടൈമൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ഓൾറെഡി നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വേറെ ഒന്നും ചെയ്യേണ്ട. ടൈമർ 0 സ്റ്റാർ ഡെൽറ്റ തന്നെയാണ്. ഓക്കെ അടിക്കുക. കണക്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഈ സ്റ്റാറിൻ്റെ NC ഇൻ്റർലോക്ക് ചെയ്യണം. അപ്പോൾ Q എടുക്കണം. എത്രാമത്തേത്? Q1 ആണ്. ഇപ്പോൾ സ്റ്റാർ വന്നു. സ്റ്റാറിൻ്റെ നോർമലി ക്ലോസ്ഡ് ഇൻ്റർലോക്കിങ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർലോക്കിങ് കൂടെ വന്നു. ഇനിയിപ്പോൾ Q2 അതായത് ഡെൽറ്റ വേണം. Q2 ഡെൽറ്റ. ഈ സംഗതി ഇത്രേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കണം, ശരിയാവുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കണ്ടോ സിമുലേറ്റർ ഉണ്ട്. ഇതാണ് സിമുലേറ്റർ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിക്കുക. പിടിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇവിടെ പ്ലേ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ, പ്ലേ. അത് റൺ ചെയ്താലാണ് ഇത് ഓണാവുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൺ ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്തു. കണ്ടോ ടൈമർ റൺ ചെയ്യണുണ്ടോ? 4 സെക്കൻഡ്. ഇവിടെ താഴെ നോക്കണം. 4 സെക്കൻഡ് 7 സെക്കൻഡൊക്കെ. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ കോൺടാക്ടർ ഓണായിരിക്കുകയാണ്. ഇത് 20 സെക്കൻഡാണ് നമ്മൾ ടൈം കൊടുത്തത്. അപ്പോൾ 20 സെക്കൻഡ് ആകുമ്പോൾ ഡെൽറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 20 സെക്കൻഡ് കഴിഞ്ഞു ഡെൽറ്റയിലേക്ക് ഷിഫ്റ്റായി. ഇനി ഡെൽറ്റയിൽ തന്നെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇത്രേ ഉള്ളൂ. ഈ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എല്ലാം സ്റ്റോപ്പ് ആവും. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യുക. സിമുലേഷൻ ഓഫ് ചെയ്യുക. അപ്പോൾ പഴയ വിൻഡോയിലേക്ക് എത്തും. ഇത്രേ ഉള്ളൂ. ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ.